ഹലോ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് 16 മുതൽ 25 വരെയാണ് നമുക്ക് +1 അലോട്ട്മെന്റിനുള്ള സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമയപരിധിക്കുള്ളിൽ നമുക്ക്, അതായത് മെയ് 16 മുതൽ 25 വരെയുള്ള സമയത്തിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും +1 വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാളെയാണ് ഈ ഒരു മെയ് 16 എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമ്മൾ ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാതും ശ്രദ്ധയോടെ കൂടെ വേണം കേട്ടിരിക്കാനായിട്ട്. ഇതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ധൃതി പിടിച്ചിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പലരുടെയും ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വേഗം തന്നെ നമുക്ക് അലോട്ട്മെന്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല മക്കളെ. നമുക്ക് മെയ് 16 മുതൽ 25 വരെ സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ എന്ത് വേണ്ട, ധൃതി പിടിച്ചിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർ നമുക്ക് അപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടല്ലോ, അപ്പം പെട്ടെന്ന് ആ ഒരു ധൃതിയിൽ വേഗം കൊടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു ടെൻഷനിലും ആ ഒരു വെപ്രാളത്തിലും പല പല മിസ്റ്റേക്കുകൾ വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും പാടില്ല. പിന്നെ മാത്രമല്ല, ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ, അതായത് ഇപ്പം നമുക്കിപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ക്ലബിലാണെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ NMMS USS ഒക്കെ പാസ്സായിട്ടുണ്ടെന്നൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ നമ്മൾ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒന്നിനും നമ്മൾ അവിടെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ ആ ഒരു അഡ്മിഷൻ സമയത്ത് അത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഈ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പക്ഷെ അഡ്മിഷൻ സമയത്ത് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്, ഇപ്പൊ കാസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയൻ ആയിക്കോട്ടെ, എന്താണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിന്റെ എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോന്ന് ടിക്ക് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധയോടെ കൂടെ ചെയ്യുക. ഈ കാസ്റ്റിലും അതേപോലെ തന്നെ റിലീജിയനിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുകയാണ്, നമ്മൾ ശ്രദ്ധക്കുറവ് മൂലം ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് കുറച്ച് അത്യാവശ്യം കഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള മിസ്റ്റേക്കുകളൊന്നും വരുത്താതെ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും, അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ സമയത്ത് നമുക്കൊരു യൂസർ നെയിമും അതേപോലെ തന്നെ ഒരു പാസ്വേഡും നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഇതെന്തായാലും ഓർമ്മയുണ്ടാവും, ഇതൊക്കെ സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് എന്തായാലും എൻ്റെ തലയിൽ ഉണ്ടായിരിക്കും എന്നുള്ള വിചാരിച്ചിരിക്കരുത്. ആ യൂസർ നെയിമും പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ അച്ഛൻ്റെ മൊബൈലിലേക്കോ അല്ലെങ്കിൽ അമ്മയുടെ മൊബൈലിലേക്കോ എന്ത് ചെയ്യുക, അത് അയച്ചു കൊടുക്കുക. ഓക്കെ, എവിടെയെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കണം. അത് വളരെ നിർബന്ധമാണ്. കാരണം ഇനിയുള്ള എല്ലാ സമയത്തും നമുക്ക് ഓരോ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എന്ത് കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ആ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ലോഗിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതെന്തായാലും സൂക്ഷിച്ചു വെക്കാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു തരത്തിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കാൻ. നിങ്ങളുടെ പേര് എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് എഴുതുന്ന സമയത്ത്, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പിൻകോഡ് എന്തിലായാലും നിങ്ങൾ ഒരു തരത്തിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്പർ ഓഫ് സ്കൂൾസ് കൊടുക്കും, അതായത് നമുക്ക് വേണ്ട സ്കൂളുകൾ. അപ്പോൾ പലരും ചിന്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്തായാലും ഫുള്ളി പ്ലസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീടിന് ചുറ്റുമുള്ള ഒരു 5-6 സ്കൂൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് മതിയാവും, എനിക്ക് ആ സ്കൂളിൽ തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഇരിക്കും. അങ്ങനെ ചെയ്യരുത്, മണ്ടത്തരായി പോവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫുൾ A+ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യുക, നിറയെ സ്കൂൾസ്, നമുക്കൊരു 50 സ്കൂൾ വരെ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിറയെ സ്കൂളുകൾ, ഒരു 10-20 സ്കൂളുകൾ നിങ്ങൾ എന്തായാലും കൊടുത്തിട്ടേക്ക്, ഫുൾ A+ ഉണ്ടെങ്കിൽ കൂടി. ഓക്കെ, കാരണം അഥവാ നമുക്ക് നമ്മൾ വിചാരിച്ച 5 സ്കൂളിൽ നമുക്ക് അഥവാ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിന് തൊട്ട് താഴെയുള്ള സ്കൂളുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. ഒന്നും കിട്ടാതെ ഒരു അവസ്ഥ നമുക്ക് വരില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റിസ്കുകളൊന്നും എടുക്കരുത്. നിറയെ നമ്പർ ഓഫ് സ്കൂൾസ് കൊടുക്കുക, കുറെ ഓപ്ഷൻസ് കൊടുക്കുക, അതിനുള്ള നമുക്ക് അവസരം ഉണ്ടല്ലോ, അപ്പൊ മാക്സിമം നന്നായിട്ട് തന്നെ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ അക്ഷയയിലായിക്കോട്ടെ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രത്തിലായിക്കോട്ടെ, നമ്മൾ അത് എടുക്കുന്ന സമയത്ത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫോം എഴുതി കൊടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മുടെ ആ ഒരു അപേക്ഷ നമ്മൾ തീരുന്നില്ല. അത് അവർ ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് അവർ അവിടെ ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ആ പ്രിന്റ് ഔട്ട് നമ്മുടെ കയ്യിൽ വെക്കണം. കാരണം ആ ഒരു പ്രിന്റ് ഔട്ട് ആണ് നമുക്കുള്ള ആ ഒരു രേഖ എന്ന് പറയുന്നത്, ഒരു തെളിവ്. നമ്മൾ അത് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു എന്നുള്ളത് ഒരു തെളിവ് എന്ന് പറയുന്നത് ആ ഒരു പ്രിന്റ് ഔട്ട് ആണ്. അപ്പൊ അത് സൂക്ഷിച്ചു വെക്കുക. അതിനെ കൊണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ ആവശ്യമൊന്നുമില്ല, പക്ഷെ എന്നാലും സൂക്ഷിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടാണ് നിങ്ങളുടെ ലാപ്പിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ PDF, ആ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, PDF ആയിട്ട് സൂക്ഷിച്ചു വെച്ചാലും മതി.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് ഒരു മിസ്റ്റേക്കും വരുത്താതെ നന്നായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ 16 മുതൽ 25 വരെ സമയമുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മൾ +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ അതെല്ലാതും കറക്റ്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറക്കാതെ എന്ത് ചെയ്യാം, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരു ധൃതിയും വേണ്ട, വെപ്രാളൊന്നും വേണ്ടാണ്ട് ചെയ്യാം.